റിമി ചേച്ചി ഒരു തമിഴ് സോങ് കേൾക്കാൻ തോന്നില്ലേ? ഇങ്ങനെ സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൊക്കെ ചൂടി അല്ലേ? കൽപ്പാത്തി അഗ്രഹാരത്തിൽ വെൽക്കം ഋതുവീണ ഓൺ സ്റ്റേജ്. ഇന്ന് ഞങ്ങള് മാച്ചിങ് അല്ലേ? കണ്ടോ ബ്ലൗസ് ചേച്ചി അനിയത്തിയും പോലെ ഒരേപോലെ അല്ലേ? അപ്പൊ ഏത് പാട്ടാ ഈ വേഷത്തിൽ ഒന്ന് പാടാൻ പോകുന്നത്? പച്ചൈ കിളികൾ തോളോട്. ദാസേട്ടൻ പാടിയ പാട്ട്. ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. ഫിലിം ഇന്ത്യൻ, വർഷം 1996, പാടിയത് ദാസർ, പിന്നെ ലിറിക്സ് വൈരമുത്തു സർ, പിന്നെ മ്യൂസിക് AR റഹ്മാൻ. ഒരുപാട് അവാർഡ്സ് കിട്ടിയ ഒരു പടമാണ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിയാലോ? അതെ. അപ്പൊ ഓൾ ദി ഈ പാട്ട് എന്റെ ഈ കോസ്റ്റ്യൂമായിട്ട് വലിയ ബന്ധമില്ല. ഞാനൊരു വേറൊരു ടൈപ്പ് രാജാ സാർ പാട്ടുകൾ ഭയങ്കര മെലഡി, ഇച്ചിരി വേറൊരു ഇതാണ്. ഈ പാട്ടിൽ ഈ വേഷമായിട്ട് ബന്ധമുണ്ട്. കുഴപ്പമില്ല. ആണോ? പക്ഷെ പച്ചാന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പഴയ കാലം ആലോചിക്കല്ലേ, മറ്റേ വയസ്സായ അതാണോ സുകന്യ ചെറുപ്പം ഒക്കെ ആയിട്ട്. അപ്പൊ ബന്ധമുണ്ട് ചുരുക്കത്തിൽ. അപ്പൊ നമുക്ക് അങ്ങ് തുടങ്ങിയാലോ? അതെ, തുടങ്ങാം. പണിയെടുക്കാം. യെസ്, താങ്ക് യു. തന്നാനാനേ താനാനേ ആനന്ദമേ, തന്നാനാനേ താനാനേ ആനന്ദമേ, തന്നാനാനേ താനാനേ ആനന്ദമേ.
സ്ലോ മോഷൻ അടിപൊളി അടിപൊളി. ആഹാ സൂപ്പർ സൂപ്പർ വെരി നൈസ് ഡാൻസേഴ്സ് കലക്കി പ്രോപ്പർട്ടി കലക്കി. അയ്യോ നിങ്ങളൊരു സ്ലോ മോഷൻ ഒക്കെ എന്ത് രസമായിരുന്നു. അങ്ങനെ ആ സിനിമയിൽ കാണുന്ന ആ പിക്ചറൈസേഷൻ അതേപോലെ നിങ്ങൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്തു. വലിയൊരു കയ്യടി. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു ആഗ്രഹം വന്നു. കുതിരയ്ക്ക് വെയിറ്റ് ഉണ്ടോ? എനിക്ക് അതിനുള്ളിൽ കയറാൻ പറ്റുമോ? കുതിരയുടെ ഉള്ളില് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്താൽ ആദ്യം പിന്നീട് കേറട്ടെ. ഞാൻ സേഫ് ആയിട്ട് പിന്നീട് കേറ്റാം. ഇതിന്റെ അകത്തത് വേണ്ടേ. ഓ എന്റെ ദൈവം എന്നെ കേറ്റി. ചേട്ടാ ഞാൻ ഈ കുതിരയുടെ അത്ര പോലും ഇല്ല. പക്ഷെ ഇത് ലൈറ്റ് വെയിറ്റ് ആട്ടോ. ആ മീനുട്ടി കേറി എന്നെ കേറ്റി അകത്ത് വെച്ചു. വിദ്യാർത്ഥി അടിപൊളി. എങ്ങോട്ട് സൂപ്പർ സ്ലോ മോഷൻ അയ്യോ അത് മറ്റേ അൾട്രാ സ്ലോ മോഷൻ ആയി പോയി. രസമുണ്ട്. മതിയോ? പിന്നെ എനിക്ക് സന്തോഷമായി. അതുവരെ കളിക്കും നമ്മള്. ചേട്ടാ എങ്ങനെ ഇറങ്ങും? ഇങ്ങനെയോ? ഇത് ഇറങ്ങി പോണോ ഇതിന്? ഹാപ്പി അല്ലേ? അത് മതി. ഇത് മധുവങ്ങളെ എങ്ങനെയുണ്ടായിരുന്നു കുതിരകളി? അടിപൊളിയായിരുന്നു, ഉഗ്രനായിരുന്നു. കാരണം ആ മ്യൂസിക്കും നിങ്ങളുടെ മൂവ്മെന്റും തമ്മിൽ നല്ല മാച്ചിങ് ആയിരുന്നു. വേറെ പച്ചക്കിളികൾ അത് ഇട്ടാ പോലും ആ മ്യൂസിക് അതിന് കറക്റ്റ് മാച്ചിങ് ആയിരുന്നു. അത് നിങ്ങൾ ശരിക്കും നിങ്ങൾ അതിന്റെ ഇടയിൽ ഡാൻസ് ചെയ്ത പോലെ നല്ല സിങ്ക് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹം. രണ്ട് കുതിരകളും തമ്മിൽ നല്ല സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ വിചാരിക്കുന്നതല്ല, നല്ല രസമായിട്ട്. അതെ അതെ. പിന്നെ ഋതുവീണക്കുട്ടി എന്താ സർ? ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. വളരെ മൈന്യൂട്ട് ആയിട്ട് ചില അക്ഷരങ്ങളുടെ പ്രശ്നം മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഒന്ന് പച്ച അല്ല, പച്ചൈക്കിളികൾ തോളോട്. പച്ചൈക്കിളികൾ അനുപല്ലവിയില് അൻപേ എന്നാണ്, അൻപേ എന്നായി പോയി. പാല്ല അൻപേ. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. വേറെ ബാക്കിയെല്ലാം ഉഗ്രനായിട്ട് പാടി. കുറച്ചും കൂടി എൻജോയ് ചെയ്യാമായിരുന്നു. ഒരു ടെൻഷൻ ഉള്ള പോലെ ഒരു ഫീൽ ചെയ്തു. എനിക്ക് തമിഴ് പാടാനുള്ള ഒരു ടെൻഷനാണോ അല്ലേ? ടെൻഷൻ അല്ല, അതെ, അത് പാടിയപ്പോ ഫീൽ ചെയ്തു. കുറച്ചും കൂടി ഫ്രീ ആയിട്ട് പാടാമായിരുന്നു എന്നുള്ളൊരു ഫീല് മാത്രമേ ഉള്ളൂ. പക്ഷെ പാട്ടിന്റെ അതിന്റെ ശ്രുതിയും താളവും സ്റ്റൈലെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് വന്നു. ലാസ്റ്റ് പിന്നെ കുറച്ചും കൂടി ധൈര്യമായി. പാട്ട് തീരാൻ പോവാണല്ലോ. സെയിം പോയിന്റ് ആണ് എന്റെ മനസ്സിൽ വന്നത്. പാട്ട് രസമായി പാടി. പക്ഷെ ബിജിയുടെ സമയത്തോ അല്ലെങ്കിൽ പാട്ടിൽ ത്രൂ ഔട്ട് ഒരു ചെറിയൊരു പുഞ്ചിരിയോ ഇത് മോളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറെ പേര്. അപ്പൊ ഈ കൂടെ കളിക്കുന്നവർക്കും തോന്നും അവര് മോക്ക് വേണ്ടിയല്ലേ ഇത്രയും പാട്ട് രസമാക്കാനാ വന്നേ. അപ്പൊ ഒന്ന് ചിരിച്ച് അവരെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാം. പാട്ട് പാടുമ്പോ വേണ്ട, ബിജിയിൽ നോക്കാം. പാട്ടെല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടായിരുന്നു. അപ്പോഴും ഇങ്ങനെ അങ്ങനെ ഒരു ഭയങ്കര കുറച്ചുകൂടി ഫ്രീ ആവാമായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ മാത്രം ഒരു ചെറിയ കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അസലായിരുന്നു, വളരെ. പിന്നെ ചിലവർക്കൊന്നും ഇവിടെ പാട്ടൊന്നും കേൾക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. കുതിരയാണെന്ന് ഓട്ടോ ഇട്ട് വെച്ചിരുന്നത്. കാരണം ചില ചേച്ചി പറയുന്നുണ്ടായിരുന്നു എന്തോ തമിഴ്നാടിന്റെ അല്ലേ? അതെ, അത് വന്നങ്ങ് നിന്നപ്പോഴത്തേക്ക് എന്റെ ഉള്ളിൽ ഒരു ചോര അങ്ങ് ഉണർന്നു. അത് വിസ്താരയിലെ നമ്മുടെ ഒരു കിളി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഏത് കൊമ്പിൽ ഇരിക്കണം പറഞ്ഞ് സംശയത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. 12K വിസ്താര കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന 12K വിസ്താര ടീമിന് ഞങ്ങളുടെ പ്രത്യേക അപ്രീസിയേഷൻ. ഞങ്ങൾക്ക് ഇപ്പോഴും ടെൻഷനാ, കിളിക്ക് എന്തെങ്കിലും ഒരു കൊമ്പ് കിട്ടിയോ എന്ന് മാത്രമേ അതിങ്ങനെ കിട്ടാതെ പറഞ്ഞു നടക്കുന്നത്. എന്ത് രസമായിരുന്നു. നമുക്ക് ഏത് കാണണം, എന്ത് എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ ആയി ഈ ഒരു പാട്ടില്. പ്രത്യേകിച്ച് കുതിരകളും പിന്നെ ആ തമിഴ്നാടിന്റെ ആ സ്റ്റൈൽ, ഒരു കൾച്ചർ നിങ്ങൾ ഇവിടെ ഈ ഒരു 5 നിമിഷത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്
ആർട്ടിനും എല്ലാത്തിനും ഒരു വലിയൊരു കൈയടി കേട്ടോ. മോള് പാടിയത് നന്നായിരുന്നു. എനിക്ക് ഇവിടെ പിള്ളേര് മലയാളം പാട്ടിനേക്കാളും തമിഴ് തമിഴാണ് കുറേ കൂടി. കാണല്ലോ. കാരണം മിസ്റ്റേക്സ് കുറവാണ് തമിഴ് പാടും. എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ സാധാരണ ഈ ഭൂമിക്ക് എന്നൊക്കെ ഉള്ളത് ഭൂമിക്കുന്ന നമ്മള് തമിഴിൽ പറയുള്ളൂ. പക്ഷെ പിള്ളേര് അറിയാതെ മലയാളം ഭൂമെന്നൊക്കെ വരും. പക്ഷെ അതൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് ഭൂമിക്കുന്ന തന്നെ. അതിന് നമ്മുടെ പ്രത്യേകം ഗ്രൂമേഴ്സിന് വലിയ അവർക്കും ഞങ്ങളുടെ പ്രത്യേകം ഞങ്ങളെ കൈയടിക്കുന്നവർക്ക് അഭിനന്ദിക്കുന്നു. നല്ല ഇഷ്ടപ്പെട്ടു, നല്ല എൻജോയ് ചെയ്തു. പിന്നെ ഞാനും മീനാക്ഷിയും കൂടെ കുതിരയിൽ ആടിയതോടെ സന്തോഷം. ഞാൻ ഒരു നിമിഷം ചെന്നൈയിലേക്ക് എന്ന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശരി മോളെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. പൃഥ്വിനെ കിട്ടി. ഞാൻ എന്തോന്ന് പറയാൻ, നമ്മള് തുടക്കം തൊട്ടേ പറയാ ആ ഒരു മൂഡ്, നല്ല വിഷ്വലി ഡാൻസേഴ്സ്, മോളുടെ ഈ പാട്ട് ദൈവം അനുഗ്രഹിച്ച് വലിയ പരിക്കുകളൊന്നും വന്നില്ല. പാട്ട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ പാടി. ഈ ഒരു ഒറ്റ കുഴപ്പം മാത്രം തോന്നുന്നു, ഒന്ന് ചിരി, ഒരു ചിരി, എന്ത് ഭംഗിയുള്ള ചിരി, ചിരി എന്ന് ചിരിച്ച് കണ്ടോ. അപ്പൊ അവർക്കും എന്ത് രസമായിരിക്കും മോൾ അവരുടെ കൂടെ ഒന്ന് ഇച്ചിരി സിങ്ക് ആയിരുന്നെങ്കിൽ അതൊക്കെ ശരിയാവും. പക്ഷെ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും പാട്ടിന് തന്നെ കൊടുക്കണം. അത് മോള് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും മീനുട്ടി, നമ്മുടെ ഈ തമിഴ് റൗണ്ട് നമ്മുടെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. എനിക്കൊന്ന് ടോപ്പ് സിംഗറിൽ ഇത്രയും സീസണിലായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നു, സീസൺ 5 ആദ്യമായിട്ടാണ്. അത് മലയാളികൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന പോപ്പുലർ ആയിട്ടുള്ള വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ. നമ്മള് കഴിഞ്ഞ എപ്പിസോഡില് ഉന്നോട് പാടാതെന്നുള്ള പാട്ട് പാടി നമ്മള് ചേച്ചി വിളിച്ച് കറക്റ്റ് ചെയ്തില്ലേ. അപ്പൊ ചേച്ചി അതിനുശേഷം ഇന്നലെ രാത്രി എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പയ്യൻ പാടിയല്ലോ താലിപ്പൂ പീലിപ്പൂ ഒക്കെ പാടിയ ആ എപ്പിസോഡ് ഞാൻ ഫുള്ള് കണ്ടിരുന്നു മധു, എന്ത് നന്നായിട്ടാ കുട്ടികളൊക്കെ പാടുന്നത് എന്ന് ദൈവതീർത്ത്. അപ്പൊ എന്നോട് ചേച്ചി പ്രത്യേകം പറയാൻ പറഞ്ഞു, എല്ലാവരും അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം കേട്ടോ. ഓക്കെ, സൂപ്പർ മോളെ, ഓൾ ദി ബെസ്റ്റ്. ഋതുവീണക്കുട്ടി, ഞങ്ങൾ സന്തോഷപൂർവ്വം ഇന്ന് തരുന്ന മാർക്ക് 99 ഔട്ട് ഓഫ് 100. ആടി ഒരു കുതിരപ്പൂക്കുറ്റി. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അനിയത്തെ കൊണ്ട് പാട്ട് പഠിച്ചില്ലേ, ഇന്ന് എനിക്ക് അച്ഛനെ കൊണ്ട് പാടിക്കണം. അച്ഛൻ പാട്ട് പാടാറുണ്ടല്ലോ അല്ലേ? പാടിയിട്ടുണ്ടല്ലേ? ചെറുതായിട്ട്. ഇവിടെ പാടിയിട്ടുണ്ടോ? ഇല്ല, പാടിയില്ല. ഗാനമേളയിലൊക്കെ പാടാറുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ പാടിയിരുന്നു. ചെറുങ്ങനെ വയ്യാണ്ടായിരുന്നു. പിന്നെ ശേഷം പാട്ടൊന്നും പാടി. എന്താ ചെയ്യണേ? ഇപ്പം തെയ്യം, ചെണ്ട, തകില്. ഓ ശരി, കലാഫീൽഡ് തന്നെയാണ്. കലാകാരനാണ്. അപ്പൊ ഓക്കെ. അപ്പൊ ഏത് പാട്ടൊക്കെ പാടണേ? ഒരു ഭക്തിഗാനത്തിന്റെ 2 വരി പാടാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം, ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. നല്ല ഭക്തിയുണ്ട്. സർ, ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കൗശിക്കില്ലേ, കൗശിക്കിന്റെ അച്ഛൻ വിനോദ് മാഷ്, അന്ന് ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാറ് സ്കൂളാണ് പഠിച്ചത്. ഓ ശരി. അന്ന് സാർ ഇങ്ങനെ സ്കൂളിൽ നിന്ന് പാട്ട് പഠിപ്പിക്കുമ്പോൾ ഞാൻ എടുത്തു പോയിട്ട് ഇങ്ങനെ മൂളാറുണ്ട്. അങ്ങനെ ഒരു ജൂനിയർ വോയിസ് എന്ന് ഒരു ട്രോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു മാഷ്. ഓ അത് ശരി. ഏകദേശം 1300 വേദികളിൽ ഞങ്ങളെ പോലത്തെ ഒരുപാട് കലാകാരന്മാരാണ് വളർത്തിയിട്ടുണ്ട്. ഓ അത് ശരി, വെരി ഗുഡ്. അപ്പൊ കൗശിക്കിന്റെ അച്ഛൻ നിസാരക്കാരനല്ല. കൗശിക്കിന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അച്ഛനെ പഠിപ്പിച്ചു. ഇവരെ രണ്ടാളെ പഠിപ്പിച്ചിട്ടുണ്ട്. മോളിവിടെ എത്താനുള്ള കാരണം ഒരു വഴിത്തിരിവായത് സാർ തന്നെയായിരിക്കും. ആണല്ലേ? അതിന്റെ യാതൊരു അഹങ്കാരവും നമ്മുടെ കൗശിക്കിനില്ലല്ലോ. അപ്പൊ എന്തായാലും കൊള്ളാം, നന്നായിരുന്നു. നല്ല വോയിസ്. അപ്പൊ എന്തായാലും കൊള്ളാം, വെരി നൈസ്. അപ്പൊ ഹാപ്പി അല്ലേ എല്ലാം കൊണ്ട്? പാട്ടൊക്കെ പഠിച്ചു, മാർക്കൊക്കെ നല്ലത് കിട്ടി. ഓക്കെ, അപ്പൊ ബൈ ബൈ. മൂക്കുത്തി ചേർന്നുണ്ട്, മൂക്കുത്തിക്ക് വേണമെങ്കിൽ. അതെ.